എന്തൊരു മഴയാണ്. ഇതാണെങ്കിൽ ചെയ്യാലും കഴിയൂല്ലത്. എനിക്ക് ഈ നരകത്ത് കിടന്ന് മരിച്ചാനുള്ള വിധിയുള്ളത്. ആ ഫെബി ഉണ്ടില്ലേ, പഠിച്ചാനും ഇറങ്ങാണ്ടാണ് പോയിക്കോളും രാവിലെ തന്നെ. ഓളെ പരീക്ഷയും കൂടി കഴിഞ്ഞ് നോക്ക് ജോലിയും കാര്യമാകും. പിന്നെ എനിക്ക് തീരെ ഒരു വില ഉണ്ടാകൂലേ വീട്ടില്. എത്താ ഞാൻ കാട്ടുക? എങ്ങനെയെങ്കിലും ഓളെ പുറത്തൊന്ന് മുറുക്കണല്ലോ. ഒരു വജ്ജുണ്ട് ഉമ്മാനോട്. എങ്ങനെയെങ്കിലും ഓളെ പുറത്ത് മുറുക്കണം. എത്ര കാട്ടണി വെച്ച് നല്ലോണം അറിയും. അല്ലെങ്കിലേ സനിച്ചൊരു വില ഉണ്ടാകൂല. ഓ വലിയ പൈസ കരുത്താണ്ടാകും ഇവിടെ. അവൻ നകളിപ്പൊന്ന് നിർത്തണം. ഉമ്മ ഇവിടെ ഇപ്പൊ കണ്ണടച്ചത് ഇതല്ലാതെ തീരെ കണ്ണു പിടിച്ചണില്ലല്ലോ ഇപ്പൊ. അമ്മ എന്താ പൈസ? നിങ്ങളെ കുളി കഴിഞ്ഞാ? എന്നാ ചോറ് കഴിച്ചല്ലേ നമ്മക്ക്? കുളി കഴിഞ്ഞിക്കണു. ചോറ് കഴിച്ചെന്നാ നമ്മക്ക്. എടുത്ത ചൂട് എടുത്തേക്കാ. പിന്നെ എന്റെ അയലോക്കത്തുള്ള ആ സുഹൃത്താത്തല്ലേ, ഓലെ മരുവോള് ഇന്നലെ ആരോ കൂടെ ചാടി പോയിക്കണോലോ. പിന്നെ ഓളെ മാപ്പിളയാണ് പഠിപ്പിച്ചതും കാട്ടിയതും ഒക്കെ. എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, പൈസയും കാര്യമായി ജോലിയാണ്ടായി കണ്ടപ്പോ ഏതോ ഒരുത്തന്റെ ഒപ്പാണ് പൊയ്ക്ക. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരട്ടാ. ഫെബിനെ എങ്ങനെ പഠിച്ചാന് അറിഞ്ഞാണ്ട് വിടണ്ട. അത് കഴിഞ്ഞാണ്ടേ ജോലിയും കൂലി ആയി കഴിഞ്ഞാലേ ഒന്നിനും കിട്ടൂല. പൈസയും കൂടി കണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്തേകാര അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്താപ്പ കാട്ടണു? ഓനോടാണെങ്കി പറഞ്ഞാ തിരിയില്ല. ഓനോട് എത്ര ഞാൻ പറഞ്ഞു ആ പെണ്ണിനെ ഇപ്പൊ പഠിച്ചാൻ വിടണ്ട കാട്ടണ്ടെന്നൊക്കെ. എവിടെ കേക്കണു? ഓനാണെങ്കി ഓള് പറയണത് മാത്രം കേട്ടും കൊണ്ടുവരും. പിന്നെ അറിഞ്ഞാലേ പൈസല് പിന്നെ ഓള് പറയുന്നതിനനുസരിച്ച് നിക്കും. നിങ്ങളെ വാക്കിനൊന്നും ഒരു വില ഉണ്ടാകൂല. ഞാൻ ഉള്ളത് പറഞ്ഞുതരാം. എങ്ങനെങ്കിലും അത് നിർത്തിച്ചണം. അത് ഇന്ത്യ മനസ്സിലുണ്ട്. പറഞ്ഞത് ശരി തന്നെയാണേ. അതെന്നേക്കാരം അവസാനം സംഭവിച്ച. എന്നാ ചോറ് എടുത്ത് വെച്ചോളൂ. എന്നാ ചോറ് കഴിച്ചെന്നാ ഞാൻ എടുത്തേക്കാം. നിങ്ങൾ അതൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കാണ്ട് ഞാൻ പറഞ്ഞത്. പൈസ പറയുന്നതിലും കാര്യണ്ട്. ജോലിയും കൂലിയും പൈസയൊക്കെ ആയി കഴിഞ്ഞാല് ഒരു വിലയും ഉണ്ടാവൂല ആര്. ഇപ്പാണെങ്കിൽ അടിച്ച് ചെയ്തോടിച്ച് ചോറും കൂട്ടാനും ഉണ്ടാക്കാനെങ്കിലും നിൽക്കുന്നുണ്ട്. പൈസയും കാര്യം ഉണ്ടായ എന്തേ കാര്യം? ഇങ്ങനെ വെറുതെ വിട്ടാ എന്തായാലും പറ്റൂല. എന്തെങ്കിലും വെച്ചുണ്ടാക്കണം ഈ പഠിത്തമൊക്കെ മുടക്കാനുള്ള. എന്തൊരു മഴയാണിത്. ഫെബിയ ഇജ്ജ് വന്നോ? എന്തോരു മഴ അമ്മ. നല്ല മഴ തന്നെ. എത്ര നേരമായി തുടങ്ങിയിട്ട്. അല്ല ഇജ്ജ് വൈമന്നത്തെങ്കിലും തിന്നീഞ്ഞ? ഇല്ലേ, ഞാൻ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ അപ്പൊ പരീക്ഷ കഴിഞ്ഞുകൊണ്ട് ഓടിയിക്കുക. ഇതൊരു മഴ അറിയാം. ഞാൻ വണ്ടി ഇറങ്ങിയപ്പോ തന്നെ മഴയാണ്. നാളെ ഉണ്ടോ പരീക്ഷ? ഉണ്ടേ, നാളെയും പരീക്ഷ ഉണ്ട്. ഈ ആഴ്ച മുഴുവൻ ഇത് തന്നെയാണ്. അത് കയ്യോലോ. അതിനോട് ഞാൻ പോകുമ്പോ പയറുപ്പേരും കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ? അതിനിപ്പോ സാരല്ല, പായസം ഉണ്ടാക്കിക്കണ്. ഞങ്ങളേതായാലും ചോറ് കഴിച്ച്. ഇജ്ജ് വന്ന് ചോറ് കഴിച്ചെന്നാ. ഞാൻ കഴിച്ചോണ്ട്. എന്നാ പോര്, ചോറ് കഴിച്ചോ. ഒരുത്തിരുന്ന് പഠിച്ചണോണ്ടല്ലേ ഒരു പഠിപ്പാണ് നിർത്തി കൊടുക്കണം. ഇതൊരു നകളിപ്പാണ്.
സുഖല്ലേ നിങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചാൽ മതില്ലേ? വേറുള്ളവരുണ്ടല്ലോ വെച്ച് ഒമ്പി കൊടുക്കുവാന്. പഠിക്കാൻ നിർത്തി കൊടുക്കാം. ഇങ്ങനെ ഇപ്പൊ പഠിച്ചു വയ്ക്കിയ ആളാവണ്ട. കൊരെന്താ കാട്ടണ്ടേ? എത്താപ്പത് കഥ? എത്ര ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ. പറയുമ്പോ 2 മരക്കളുണ്ട്. എല്ലാത്തിനും ഞാൻ ഇങ്ങനെ ബാക്കിൽ നടക്കണം പറഞ്ഞാല് എത്താപ്പ കാട്ട്. വയസ്സ അമ്മ അല്ല എത്താപ്പത് കഥ? ഇന്നെല്ലാരും രാത്രി പട്ടിണി എടുക്കുക. ഒത്തും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവിടെ. അതോ ഞാൻ ഒത്തും ഉണ്ടാക്കാനും കാട്ടാനൊന്നും നിന്നിട്ടില്ലേ. എന്തോ ഒരു തലവേദന, തല പൊട്ടാണ്. തലവേദന അപ്പൊ പെട്ടെന്നൊരു തലവേദന ഇതൊക്കെ. ഞാൻ എന്നിട്ട് തലവേദനന്റെ ഗുളിക പെടുത്ത് കുടിച്ചാൻ വേണ്ടി കണ്ട് വന്നിക്കാണ്. പിന്നെ അതുമല്ല കാലൊക്കെ വേദനയാകുക. നിലത്തൊന്ന് കുത്താൻ വെച്ച. ഞാനേ കുറച്ചേരം കിടക്കട്ടോ. ഞാൻ ഗുളിക കുടിച്ചു നോക്ക്. എന്നെ കൊണ്ട് കജൂലല്ലോ ഇപ്പൊ ഒറ്റക്ക് കാട്ടാന്. എന്നെ കൊണ്ട് വെജായിട്ട് നിങ്ങളെ ഫെബി ഉണ്ട് അവിടെ കുത്തിയിരുന്ന് ഞങ്ങൾ പഠിച്ചു. നിങ്ങൾ ഓളെ വിളിച്ചോളി. തീരെ വെജാൻ കുറച്ചേരം പോയി കിടക്കട്ടെ ഗുളിക കുടിച്ചങ്ങാണ്ട്. ഓളവിടെ പഠിച്ചു കുത്തിരിക്കേക്കാരല്ലേ. ഓക്ക് പിന്നെ വേറെ ഒത്തും അറിയണ്ടല്ലോ. ഒരു പരീക്ഷ അറിഞ്ഞങ്ങാണ്ട് തുടങ്ങിയിരിക്കണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്. നെജ് പോയിങ്ങാണ്ട് ആ ഗുളിക കുടിച്ച് കുറച്ചേരം കിടന്നു നോക്ക്. ഒരുമ്പട്ടോ എഴുത്തിന് കെട്ടി കൊടുന്ന് കുടുങ്ങിക്കണ്. എല്ലാരും കല്യാണം കഴിഞ്ഞാൽ വീട്ടിലത്തെ പണി എടുത്തുങ്ങാണ്ട് നിൽക്കേക്കാരും. ഓക്ക് ഇപ്പോഴും പഠിത്തം ഓടി എത്തിയിട്ടില്ല. നീ ചോറും കൂട്ടാൻ ഞാൻ ഉണ്ടാക്കേണ്ടി വരും. കാണിച്ചു കൊടുക്കാൻ ഞാൻ ഓക്ക്. ഫെബിയെ അമ്മ പിന്നെ ഇജൊന്ന് അടുക്കളയ്ക്ക് വന്നാ. അവിടെ അങ്ങനെ പഠിച്ചുത്തിരുന്നാ ശരിയാകൂല്ലോ അത്. ഓക്കാണെങ്കില് എന്താ തലവേദന ഇതൊക്കെ ആയിട്ട് ഗുളിക കുടിച്ച് കിടക്കാൻ പോയിക്ക. കാലും ഇതൊക്കെ വേദനയാണല്ലോ. ഇച്ചൊറ്റക്ക് കജൂല എനിക്ക് അറിയില്ലേ. ഇജൊന്ന് വന്നാ അങ്ങോട്ട്. അടുക്കളയിൽ പണി ഒന്നും നടക്കൂല എങ്ങനെയാണെങ്കിൽ. അമ്മ നാളെ എക്സാം ആണ്. ഞാൻ പറയുന്നത് കേട്ട് ഇങ്ങോട്ട് വന്നാ. ഞാൻ വരതാ. ഈ ഒരു പോർഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വരാം. ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്താ വെച്ചാല് ഓള് പഠിച്ചു വലിയ കളക്ടർ ആകാൻ പോകുകയല്ലേ ഇപ്പൊ ഇത്. അത് കഴിഞ്ഞിട്ട് ഇരുന്നാൽ പഠിച്ചോ. ഇങ്ങോട്ട് വാ. ആദ്യം പണിയൊക്കെ ഒന്ന് എടുക്കേ. എവിടെ ഇല്ലാത്ത ഓരോരോ പഠിപ്പ് കെട്ടിച്ചാൻ കൊടുന്നു കഴിഞ്ഞാലേ പിന്നെ ഇതിങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചലല്ല. വീട്ടില് കുറെ പണിയും കാര്യമൊക്കെ ഉണ്ട്. എത്താപ്പ ഫായിസാക്ക് അറിയില്ല പഠിച്ചണമെന്ന്? കുഞ്ഞോളതെ കെട്ടിച്ച് അവിടെ നിൽക്കണു. ഓക്ക് അറിയില്ലേ? എനിക്ക് മാത്രം ഒരു പുതിയ പഠിപ്പ്. ഇങ്ങോട്ട് വന്നാ. എന്താ ഇങ്ങനെയൊക്കെ പറയണ? ഞാൻ എന്നും ഇവിടെ എല്ലാം ഉണ്ടാക്കി കാട്ടൊക്കെ ചെയ്തിട്ടല്ലേ ഞാൻ പഠിക്കാൻ പോവല്. ചെത്തും പറയാല്ല. വേഗം വന്നോ. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചെത്തച്ച കാട്ടിക്കോ. ഞാൻ അന്നപ്പോ തന്നെ വരാം. അവളെ വരുമ്പോട്ടൊരു പഠിപ്പ് കൊറേ ഉണ്ടല്ലോ പഠിച്ചാ. ഉറങ്ങാതിരുന്ന് പഠിച്ചല്ലാത്ത കാട്ട്. എന്നാണെങ്കിൽ വിചാരിച്ചില്ല നേരം പോക്കും ചെയ്തൊക്കെ. ഓളിപ്പോ പരീക്ഷക്ക് പോകാൻ വേണ്ടി മാറ്റി ഇറങ്ങിയകാര്. ഓളെ ഒരു പരീക്ഷ എക്സാം അല്ലേ. വേഗം പോകണം. ഓളെ പഠിത്താണ്ട് ഇല്ലാതാക്കി വെക്കണം. കാട്ടണ്ടിച്ചറിയാം. അപ്പൊ അങ്ങനെ ഇപ്പൊ പരീക്ഷ എഴുതിങ്ങാണ്ട് വലിയ ആളാകണ്ട. ഒറ്റൊന്നിനും ഒരു പണി എടുക്കാനും വെച്ച എല്ലായിടത്തും എന്റെ കയ്യെത്തണം ഒന്ന് വൃത്തിയാകണമെങ്കിൽ. എത്താപ്പത് കഥ ഒന്ന് പഠിപ്പ് കൂട്ടിയിട്ടില്ലല്ലോ. ഉമ്മ എത്താ വയസ്സ ഇതൊക്കെ ഫെബി ഉണ്ട് പരീക്ഷക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങണ്. ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മല്ല നിങ്ങക്ക്? ഓളങ്ങാനും അങ്ങനെ പോകെ കാട്ടി ചെയ്തിക്കണെങ്കി ഉണ്ടല്ലോ ഞാൻ പറയാനുള്ളത് പറഞ്ഞേ. ഇതേക്കാരവസ്ഥ. എനിക്കിപ്പോ പഠിച്ചാതില്ലായിട്ടാ. ഞാൻ ഇപ്പൊ എത്താ കുട്ടികളെ നോക്കണം, വീട്ടിലത്തെ പണി ഇതൊക്കെ വിചാരിച്ചിട്ടല്ലേ ഞാനിപ്പോ പഠിത്തമൊക്കെ നിർത്തിങ്ങാണ്ട് ഇവിടെ നിക്കുന്നത്. എന്നാ പിന്നെ എനിക്കും പോയിക്കൂടെ? തന്നെ ഇറങ്ങിക്കണോള്.
നിങ്ങൾ ഇപ്പളെ ഓളെ ഇതാക്കിയാലേ ഇതാവുള്ളൂ കേട്ടോ. ഇനിയിപ്പൊ ഈ പരീക്ഷ കഴിഞ്ഞാലേ ജോലി വല്ലതും കിട്ടി എന്തേ കാരോളം നെകളിപ്പ് ഈ ഞമ്മക്ക് പിടിച്ചാൻ കിട്ടും വിചാരിച്ചണ്ട. നിങ്ങൾ എത്ര വെച്ചാ കാട്ടിക്കോളി, ഇച്ചറി എത്താ കാട്ടണ്ടേന്നുള്ളതിന്. ഓളും ഒരു പരീക്ഷാറിനാണ്ട് തുടങ്ങിക്കണ്. ഓളിപ്പൊ പരീക്ഷക്ക് പോകാൻ ഇറങ്ങുന്നുണ്ട് അവിടെ. അപ്പൊ നിങ്ങളടുത്ത് വരും പോകുക അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെങ്കിലും മുടക്കാനുള്ളത് നോക്കിക്കോളി, എന്നാ ഞമ്മക്ക് തന്നെയാ നല്ലത്. ഓളെ പഠിപ്പും ജോലിയൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കാം. ജോൺ പോയിക്കോ. ആയിക്കോട്ടെ. ഓളങ്ങനെ സൂചിച്ചു വായാന്നുള്ള വിചാരം കാണിച്ചു കൊടുക്കാൻ ഞാൻ എത്താതിനുള്ളത്. ഉമ്മാനോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മാ. എന്താ ഫെബിയെ? അമ്മ ഞാനീ പോട്ടെന്നാ. ഓള് നീ തുടങ്ങണ്ടോളൊരു വരുമ്പട്ട പഠിപ്പ് അറിഞ്ഞാണ്ട്. ഓക്ക് മാത്രമുള്ളൂ ഈ പരീക്ഷയും കാര്യമൊക്കെ ഉള്ളത്, വേറെ ആർക്കും ഇല്ലല്ലോ. എനിക്കറിയില്ല പോണീന്റെ മുമ്പ് ഇവിടെ അടിച്ചേരി തുടച്ച് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇവിടെ പണി മൊത്തം കഴിഞ്ഞിട്ട് എവിടുക്ക വെച്ചാ പോയാ മതി. എന്താ നിങ്ങൾ പറയണ? അല്ലെങ്കിൽ തന്നെ നേരെ ആകാനിരിക്കണേ. ഇപ്പൊ ബസ്സിന് കയറിങ്ങാണ്ട് ഒക്കെ കിട്ടി പോണ്ടേ. നേരം വൈകിയാല് പരീക്ഷ കയറ്റൂല. ഇങ്ങോട്ട് ഇനി എത്തും ചലിക്കാൻ നിക്കണ്ട, പറയണ അങ്ങോട്ട് ചെയ്തോ. അടിച്ചേരി തുടച്ച് ചോറും കൂട്ടാനും ആക്കി വെച്ചിട്ട് ഇനി പരീക്ഷക്കോ പഠിച്ചാനോ ജോലിക്ക് എത്തിനച്ചാ പോയിക്കോ. അല്ലാതെ എന്റെ പഠിപ്പൊന്നും ഇവിടെ നടക്കൂല കേട്ടാ. അമ്മ ഞാൻ വന്നിട്ട് ചെയ്യമ്മ, എല്ലാ പണി ഞാൻ ചെയ്തോണ്ടേ. എല്ലായിടത്തും കല്യാണം കഴിഞ്ഞാട് ഇങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞാലേ ഇവിടുത്തെ പണി എടുത്തങ്ങാണ്ട് നിക്കലേ കാര്യം കുട്ടികളെ നോക്കി, അല്ലാതെ അങ്ങാടി കൂടെ തെണ്ടി അടക്കലല്ല. പറഞ്ഞാൽ മൊത്തം ചെയ്തിട്ട് ഇവിടുന്ന് പോയാ മതി. ഇന്നലെ തന്നെ രാത്രി ആ ഫുഡ് ഉണ്ടാക്കാൻ എന്നിട്ട് എനിക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് അപ്പൊ ഞാൻ നേരം വെളുത്തിട്ട് കുറച്ചു നേരം കൂടി ഇരുന്നത്. ഇതിനെന്നും അടിച്ചേരി തുടച്ചിട്ടല്ലേ പോയലുള്ളൂ. ഞാൻ വന്നിട്ട് ചെയ്യാ. ഞാൻ അങ്ങോട്ട് പറയണേ കേട്ടോ, ഇവിടുത്തെ പണി മൊത്തം കഴിച്ചിട്ട് ഇജ്ജ് പൊയ്ക്കോ. അല്ലെങ്കിൽ ഇജ്ജ് അല്ലാതെ പൊയ്ക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണ്ട, അത്രേ ഉള്ളൂ. പറയണ കേൾക്കാൻ പറ്റിയ അച്ചടക്കത്തിൽ ഇവിടെ നിൽക്കണം. പറയണ മുഴുവൻ ചെയ്തോ. അല്ലാന്ന് ഒരുപട്ടൊരു പഠിപ്പ് കൊറേ അയക്കണത്. ഫെബിയെ, താത്ത എനിക്കിന്ന് പരീക്ഷക്ക് പോകാൻ പറ്റിയില്ലേ? പോകാൻ പറ്റിയില്ല. ഉമ്മ പണി എന്തൊക്കെ എടുത്തിട്ട് പോയാ മതി പറഞ്ഞു. അത് സാരല്ലേടി, പെണ്ണുങ്ങളായ അങ്ങനൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് കല്യാണം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം കൂടല്ലേ. എനിക്കൊക്കെ ഇപ്പൊ പഠിച്ചാൻ അറിയായിട്ടാ, ഞാൻ പോകായിട്ടല്ലേ. എനിക്കിതാ കുട്ടികളെ നോക്കണം, വീട്ടിലത്തെ പണി നോക്കണം, അങ്ങനെ തന്നെ അല്ലേ. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാകും. എത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചത് വെറുതെ ആയില്ലപ്പോ. എക്സാം ഇപ്പൊ ഏതായാലും ഇത്ര അല്ലായിട്ടുള്ളൂ, പരീക്ഷ മുഴുവൻ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്താളാ, ഇപ്പം പഠിച്ചാലും ഇതിനൊന്നും നിക്കണ്ടെന്നാല്. ഈ ജോലിയും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ജെത്താ കാട്ടുക. ഇപ്പൊ എനിക്ക് കുട്ടികളൊന്നും ഇല്ലായിട്ട്, കുട്ടികളും കൂടി ആയിക്കഴിഞ്ഞാൽ എന്താ ഇത് കാട്ടുക? ഇപ്പൊ ഞാനാണെങ്കിലും കുഞ്ഞോളാണെങ്കിലും ഒക്കെ നോക്കിയാ ജോലിക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾക്കൊക്കെ പഠിച്ചറിയായിട്ടാ. അപ്പൊ അതേ മരിക്കല്ലത് ഞാൻ അത്രക്ക് വിചാരിച്ച് ഞാൻ കൊണ്ടുവന്ന സമയത്ത് പരീക്ഷ ഈ ഒരാഴ്ചയുള്ളത് കഴിഞ്ഞ് ജോലിക്ക് കൊടുക്കാൻ വേണ്ടി നോക്കിക്കൂടെ. അതാണ് ഇപ്പൊ പോയി കിട്ടിയത്. സാരല്ലടി, എനിക്ക് വിധി ഉണ്ടാകൂല. ഇജ്ജ് അങ്ങോട്ട് വാ, അവിടെ കൊറേ പണിയുണ്ട്. ഏതായാലും എനിക്ക് ഇന്ന് പരീക്ഷ ഇല്ലാഞ്ഞ് നന്നായി. ഇച്ചാണെങ്കിൽ ആകെ കയ്യും കാലൊക്കെ വേദന. ഇതും കൂടി വാ, എന്നാ നമുക്ക് ഒപ്പാണ് പണിയെടുക്കാലോ. ഞാൻ വന്നോണ്ട് പണിയെടുക്കാൻ ഒക്കെ കണക്ക. പണിയെടുക്കാൻ മാത്രം നോക്കണം. ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചേനും ഇതായില്ലേ. എന്താ മെസ്സേജ്? നമ്മളെ ഗ്രൂപ്പിലാണല്ലോ വരുന്നത്. എക്സാം മാറ്റി വെച്ചോ, മഴയായിട്ടോ? അൽഹംദുലില്ലാഹ്. നാളെ എന്തായാലും പോയിട്ട് എഴുതണം. പക്ഷെ നാളെ ഇനിയിപ്പോ ഇതേ മരിക്കായ എന്താ ചെയ്യ? ഇപ്പോഴൊന്ന് സമാധാനായത്. ഭാഗ്യത്തിന് എക്സാം മാറ്റിവെച്ച്.
അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചൊക്കെ വെറുതെ ആവുകയും ഫോണിൽ എടുക്കുന്നത്. ഇക്കാണ്. ഹലോ ഇക്ക. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എവിടെ, കോളേജിലെത്തിയോ? അല്ല, ഞാൻ ഇവിടെ അടിച്ചേരിന്നു, വീട്ടിലാ. അപ്പൊ എന്താ എക്സാം ആണെന്ന് പറഞ്ഞിട്ട് നില്ലേ? ഇല്ല, ഒന്നും പോയിട്ടില്ല. എന്തിയെ? ഞാന് കോളേജിൽ പോകാൻ വേണ്ടി കണ്ട് ഇറങ്ങുമ്പോ ഉമ്മാനോട് പോവുക പറഞ്ഞതേ. ഉമ്മ പറഞ്ഞു അടിച്ചേരി തുടച്ച് ചോറും കൂട്ടാനും ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ചെയ്തോളൂ, ഉച്ചവരെല്ലാം ഉണ്ടാവുള്ളൂ, എക്സാം അല്ലേ, വന്നിട്ട് ചെയ്തോളാ പറഞ്ഞു. ഒന്നും പറ്റിയില്ല. എന്നിട്ട് തന്നെ പോകാൻ തന്നെ സമ്മതിച്ചിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചല്ലേ. അപ്പൊ ഞാൻ എന്നിട്ട് ഇതായി കൊണ്ട് ഇരിക്കേനി. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഒന്ന് മഴ ആയതുകൊണ്ട് ഇത് എക്സാം മാറ്റി വെച്ചാണെന്നുള്ളത്. അതിലാണ് എനിക്ക് സമാധാനമായത്. എന്താ കാട്ടേണ്ടി, അല്ലെങ്കിൽ നാളെ ഇതേമാതിരിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടി അറിയില്ല. ഇന്നലെ ആണെങ്കിൽ രാത്രി ഫുഡ് ഉണ്ടാക്കാൻ നിന്നുകൊണ്ട് എനിക്ക് രാവിലെ ഒന്ന് കുറച്ചു നേരം കൂടി ഇരുന്ന് പഠിച്ചാൻ വേണ്ടിയിരുന്നു. അതപ്പൊ പറ്റിയത്. അല്ലെങ്കിൽ എന്നും രാവിലെ എല്ലാം കഴിച്ചിട്ട് ഞാൻ പോവലുള്ളൂ. പറ്റിയത് ഒരു കാര്യം ചെയ്യും, ഈ വരുന്ന ആഴ്ച എന്റെ വീട്ടിൽ പോയി നിക്ക്, അതെപ്പോ നടക്കുള്ളൂ. അമ്മ കേക്കുവോ പറഞ്ഞാല്? അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോണ്ട്. കൂടുതലൊന്നല്ലല്ലോ, ഒരാഴ്ചക്കല്ലേ, അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റാക്കാം. നിങ്ങൾ പറഞ്ഞു നോക്കി, ഒരാഴ്ചയല്ലേ കഴിഞ്ഞ അങ്ങോട്ട് തന്നെ വന്നാ മതിയല്ലോ. അത് അത്രേ ഉള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ഞാൻ. ഇതും കൂടി കഴിഞ്ഞാല് എക്സാം കഴിഞ്ഞാൽ ജോലിക്ക് എന്തിനാ വെച്ചാ കൊടുക്കും കാട്ടും ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും പഠിച്ച വെറുതെ ആകും ഈ എക്സാം അങ്ങനെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ. അതൊന്നും ആലോചിച്ച് ബേജാറാണ്ട, ഞാൻ അമ്മാക്കൊന്ന് വിളിച്ചോട്ടെ. ആയിക്കോട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇക്ക പറഞ്ഞതന്നെ ശരി. ഈ ഒരാഴ്ച വീട്ടിൽ പോയി നിന്നാണ്ട് എക്സാമിന് പോയി കഴിഞ്ഞാല് പിന്നെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാ മതിയല്ലോ. ഉമ്മ സമ്മതിച്ചാ മതി. ഉമ്മ ഊടെ ഊടെയാണല്ലേ. ഇന്നിപ്പോ കറി വെക്കാൻ മുരിങ്ങ താളിച്ചെന്തെങ്കിലും ചെയ്യിച്ച. ഉമ്മ ഉമ്മ എന്താ പൈസ ഇതോ കാണിങ്ങ ഫോൺ അടിയണുതാ. ആരാണ്? കുഞ്ഞുട്ടിയാണ്. കുഞ്ഞുട്ടിയോ? ഓനെത്താ ഈ നേരത്തെ ഒരു വിളി? അത് കൊണ്ട. ഹലോ കുഞ്ഞുട്ടിയെ. വലൈക്കും അസ്സലാം. ഇജെത്താ ഈ നേരത്തൊക്കെ ഒരു വിളി? ഒന്നുമില്ലേ, വെറുതെ വിളിച്ചതാ. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം? നല്ലതന്നെ. പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടേനി. അത് ഫെബിയെ ഈ വരുന്ന ആഴ്ച ഓളെ വീട്ടിൽ പോയി നിന്നോട്ടെ. ഇപ്പൊ പരീക്ഷക്കല്ലേ, അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഇങ്ങോട്ട് തന്നെ വരുവുള്ളൂ. അതിപ്പോ എങ്ങനെയാ നടക്കുക കുഞ്ഞുട്ടിയെ? ഈ കഴിഞ്ഞ മാസേ ഈ പെണ്ണ് പോയിട്ടേനല്ലേ ഈ പായസ. കഴിഞ്ഞല്ലേ 2 മാസേക്കാണ് ഇപ്പോൾ ഓളെ വീട്ടിൽ പോയിട്ട്. ഇവളാണെങ്കി ഫെബി ആണെങ്കി ഇപ്പതാ 2 ആഴ്ച മുമ്പ് പോയി വന്നിട്ടുള്ളൂ. അപ്പൊ നീ പായസം ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാ പോകാൻ നിക്ക. അപ്പൊ ഓളും പോളും എല്ലാരും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റക്കല്ലേ ഇവിടെ ഉണ്ടാകുക. അപ്പൊ എങ്ങനെ ശരിയാകുവോ? ഈ ആഴ്ച ഓളെ പറഞ്ഞേക്കാ. എന്നാ പിന്നെ ഇവക്ക് പോകുമൊന്നും വേണ്ടപ്പത് നടക്കൂല. ആര് മുടക്കിന്നാണ് ജി പറയുന്നത്? ഞാൻ എത്താ പറഞ്ഞത്? ഇപ്പത്തെ പണി കഴിച്ചിട്ട് പോയിക്കോന്ന്, അല്ലാതെ പരീക്ഷക്കൊന്നും പോണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. വലിയ കാര്യമായി പോയി. എങ്ങനെ ഓള് പരീക്ഷന്റെ അടിയിൽ കൂടെ അവിടുത്തെ പണിയും കൂടി എടുക്കുക? എന്റെ പെണ്ണിന്റെ വാക്കും കേട്ട് തുള്ളാൻ നിക്കരുത് കേട്ടോ. കൊറേ നേരം ഞാൻ അത് കേട്ട് ഇങ്ങനെ നിക്കണ്. ഞാൻ പറയണത് കേട്ടജ് അതേ നടക്കുള്ളൂ. ഇപ്പൊ ഓക്ക് പോകാൻ പറ്റൂല, അതന്നെ. ഇവിടെ ഒന്നിങ്ങാണ്ട് പഠിച്ചു കേട്ടെ, എന്താ വെച്ചാ ചെയ്തോട്ടെ. നാളെ മറ്റന്നാൾ അറിഞ്ഞിങ്ങാണ്ട് ഫായിസ പോകാൻ നിക്ക. അപ്പോഴേക്കും ഓളോണ്ട് വിളിച്ച എനിക്ക് വലിച്ചു തന്നിക്കണൊക്കെ. ഈ ആഴ്ച ഓളെ എന്തായാലും വീട്ടിൽ പോയി ഇജി പറയണൊന്നും പറ്റൂല. നിങ്ങൾ എന്തുവാണെങ്കിലും പറഞ്ഞോളി, ഞാൻ ഓളോട് എന്തായാലും ഇന്ന് തന്നെ വീട്ടിൽ പോകാൻ പറയാ. അടുത്ത ആഴ്ച ഓൾ അങ്ങോട്ട് വന്നോളും. വേറെ പറയാല്ലത്. ഇന്ന് ഞാൻ പറഞ്ഞയച്ചോ, പിന്നെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റൂല, അത്ര തന്നെ. ഞാൻ എന്നെ ഇവിടെ ഒക്കെ തീരുമാനിച്ചത്. എന്നാലേ നിങ്ങളൊക്കെ തീരുമാനിച്ചോളി.
ഞാൻ എന്തായാലും ഓളോട് വീട്ടിൽ പോകാൻ പറയും. ജോളെ വാക്കും കേട്ടുങ്ങാൻ തുള്ളിക്കോ. ഞാൻ പറഞ്ഞ വാക്കിന് ഒരു ഇതുമില്ല. ജോളൊന്നാണ്ട് പറഞ്ഞയക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുവരണ്ട. ആ ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കണില്ല, ഓളങ്ങോട്ട് വന്നോളാം. എന്നാ വെച്ചാ അങ്ങനെ തന്നെ കാട്ടിക്കാടാ. അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. എനിക്ക് എന്തായാലേ പായസം എന്നെ ഓളമാർക്ക് കാട്ടൂല. ഞാൻ നല്ലോണം നോക്കുവോള്. ആ ആയിക്കോട്ടെ, കാണാം. മറ്റോള് പഠിച്ചു ജോലിയും പൈസ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നല്ല ആൾക്ക് ഇവിടെ നിക്കണം കാട്ടണം എന്നല്ല. ഓള് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാ പോരെ. ഇവിടെ വേറെ പണിയുണ്ട്, ഞാൻ വെക്കുക. എത്താച്ചാ കാട്ടിക്കോ. ഒരുമ്പട്ടൊരു ചെങ്ങായി ഓളെ വാക്കും കേട്ട് ഇങ്ങനെ തുള്ളാന്നോ. എത്താപ്പ ഇതിനൊക്കെ പറയാ. ഓൻ കൊണ്ടോട്ടെ. ഒരു പഠിപ്പ് പറഞ്ഞ് നിക്കാണ്, കൊറേ അയക്കണത് സഹിച്ചണം. വല്ലാത്തൊരു സാധനം ഓൺച്ചി. തീരെ വെജല്ലോ. കട്ടൻ ചായ കൂടി ഉണ്ടാക്കാൻ വെച്ച ആ പായസാൻ എത്ര ദിവസമായി ഞാൻ വിളിച്ചത്. അത് ഇത് പറഞ്ഞുകൊണ്ട് വരുന്നില്ല. ഒരു വിളിച്ചോട്ടെ, കണ്ണൊന്ന് പിടിച്ചണില്ല. ഹലോ. ഹലോ അമ്മ. എന്നാ അങ്ങോട്ട് വരുന്നത്? ഞാനിപ്പോ എത്തപ്പ പറയാ, എന്നാണെന്നൊക്കെ ചോദിച്ചാ. പോയിട്ട് ഒരു മാസം കഴിഞ്ഞില്ലേ. കഴിഞ്ഞ ആഴ്ച മുതലേ ഞാൻ വിളിച്ചണില്ല എന്നെ. ഇപ്പൊ തീരെ വെജ. മുട്ടുംകാലം നിലത്ത് കുത്താനും കൂടി വെജ. അമ്മമാർക്കത്തെ വേദന. അമ്മമാർക്ക് ഞാൻ കിടക്കന്നെയാണ്. ഒത്തൊരു സാധനം ഉണ്ടാക്കാനും കൂടി വെജ. ഇതൊന്ന് എങ്ങനെങ്കിലും വാ അങ്ങട്ട്. എത്തമ്മങ്ങള് പറയണു, ഇവിടെ ഒറ്റക്കല്ലുള്ളൂ, ഞാൻ എങ്ങനെ വരിക? അതുമല്ല, ഞാൻ വന്നിട്ട് എങ്ങനെ പണിയെടുക്ക? മേലൊക്കെ വേദന. എനിക്ക് അത് ഇത് പറഞ്ഞാ മതി. എന്നിട്ടൊന്ന് വാ. എന്റെ അവസ്ഥ അത്രയും വെജാതായിക്കണം. ഹോസ്പിറ്റലിൽ പോകാൻ കൂടി ആരും ഇല്ല ഇവിടെ. നിങ്ങളിപ്പോ നമ്മളെ അയലോക്കത്തുള്ള റുക്കിയാത്തിനെയും കൂട്ടി പോയിക്കോളി ഹോസ്പിറ്റലിക്ക്. ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിച്ചാ. കട്ടാക്കിയ അല്ലാത്തൊരു പെണ്ണെന്നത്. അന്ന് എന്നെ കൊറേ കേണി ഒട്ടിങ്ങാണ്ട് ആ ഫെബിനെ ഇവിടുന്ന് പറഞ്ഞയച്ചു. ഓളുണ്ടെങ്കി ഒന്നുമില്ലെങ്കി ആ പണിയെങ്കിലും ഒന്ന് നേരെ എടുക്കേനി. ഓളാണ് പോയ മുതൽക്ക് ഈ വീട് തന്നെ തയ്ക്ക. ആ കുട്ടി പരീക്ഷയും പഠിത്തം എല്ലാത്തിൻ്റെ കൂടെ അടിയിലേന് എല്ലാ പണിയെടുത്തീന്. ഓളൊന്നുമില്ലാതെ അവിടെ വേദന ഇവിടെ വേദന അറിഞ്ഞു കുത്തിരിക്ക്. എത്താപ്പ കാട്ട. ഇവക്കും മാണ്ടിട്ടപ്പ ഞാൻ മറ്റോളതാക്കിയത്. ആ താനിയ സ്വഭാവം ഇപ്പള കാട്ടുണ്ട്. അതിനോട് അങ്ങനെ കാട്ടിനേക്കാരപ്പം ചെറുക്കഞ്ഞിൻ്റെ ഉള്ളം കൂടി എടുത്തരാ ആരുമില്ലപ്പം ഇവിടെ. എത്ര ദിവസമായി ആ പായസാനെ വിളിച്ചു. തിരിഞ്ഞു നോക്കണില്ല. എത്ര വർത്താനൊന്നും കൂടി ഒന്ന് ചോദിച്ചണില്ല. ആരോടെല്ലിട്ട് ഞാൻ പറഞ്ഞു. അല്ലാ